മഹാലക്ഷ്മി, ഗൗരി, സരള എല്ലാരും വരൂ പൂജയ്ക്ക്. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. നിങ്ങൾ ഈ വാഷിംഗ് മെഷീന് വേണ്ടിയൊക്കെ പൂജ ചെയ്യുവോ? അതെ മോനെ, പിന്നെ നീ എന്താന്നാ കരുതിയത്? അല്ല, ഞാൻ മോളെ കളിപ്പിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കുമെന്ന് വിചാരിച്ചു. ഞാനെന്തിനാ മോനെ വെറുതെ പറയുന്നേ? വീട്ടിലേക്ക് എന്തെങ്കിലും പുതിയ സാധനങ്ങൾ വാങ്ങിയാ അത് നമ്മുടെ വീട്ടിലുള്ള ഒരാളെ പോലെ തന്നെയാകും. അതുകൊണ്ടാ ഈ പൂജ ചെയ്യുന്നത്. വെൽക്കം ചെയ്യാൻ വേണ്ടിയാ. ഓ നൈസ്. ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർക്ക് ഇതൊക്കെ ഇപ്പൊ വിചിത്രമായിട്ടേ തോന്നുള്ളൂ. മെഷീൻസ് ആർ മെയ്ഡ് ബൈ ഹ്യൂമൻസ്. ഇരുന്നോളൂ മോളെ, ഇരുന്നോളൂ. ഒരു എഞ്ചിനീയർ ആയിട്ട് ഞാനത് പറയാൻ പാടില്ല. പക്ഷേ സെന്റിമെന്റ്സ് എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ മോനെ, അതിനോട് കുറച്ച് റെസ്പെക്ട് ഉണ്ടാവുന്നത് നല്ലതാ. പൂജ കഴിയുന്നവരെ ഞാൻ കൈകൊണ്ടേ വസ്ത്രമലക്കൂന്നൊക്കെ വാശി പിടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. പൂജയ്ക്ക് മുമ്പ് ഇത് യൂസ് ചെയ്തായിരുന്നെങ്കിൽ എന്താ പ്രശ്നം? അയ്യോ, ഞാൻ പറഞ്ഞതാ ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്തോളാന്ന്. അത് ഇവക്ക് മനസ്സിലാവണ്ടേ? അയ്യോ, അങ്ങനെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇന്നിപ്പതേ ഒരു തടസ്സം ഉണ്ടായിട്ടില്ല. നമ്മൾ ഇത്രയും വർഷം കൈകൊണ്ടല്ലേ വസ്ത്രമൊക്കെ അലക്കിയത്. ഇപ്പോഴല്ലേ വാഷിംഗ് മെഷീൻ വന്നേ. ഇതാ സീത കത്തിക്ക്. സീതയും സിഹിയൊക്കെ ഇന്ന് വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇന്ന് തന്നെയല്ലേ ശുഭദിനവും ശുഭമുഹൂർത്തവും. കത്തിക്ക് മോളെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സിഹി, സൂക്ഷിച്ചു പോയി ആ ബട്ടൺ ഒന്ന് ഓൺ ചെയ്തേ മോളെ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. വാഷിംഗ് മെഷീൻ സീത തന്നത്. അതെ അതെ, വെറുതെ ഒരു പേരിന് അച്ചാമ്മയെന്ന് വിളിക്കുന്നതല്ല സീത. നിങ്ങൾക്ക് ശരിക്കും അവള് തന്നെയാ മോള്. അതെ അതെ. കണ്ടിട്ട് ഒറിജിനൽ പോലെ തന്നെ ഉണ്ട്. എത്രയായി? $25,000. അത് വിശ്വസിച്ചോ? ഫസ്റ്റ് കോപ്പി, ഒറിജിനൽ പോലെ. ഒറിജിനലേ അല്ല. ഊഹിച്ചു. നാഷണൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണോ? അതിന്റെ അപ്പുറത്തുനിന്ന്. മുത്തശ്ശി, ഇനി മുത്തശ്ശിയെ ഒരിക്കലും കൈകൊണ്ട് വസ്ത്രം അലക്കാൻ പാടില്ല. ഉത്തരവ് യുവറാണി. അതെ അമ്മേ, വാഷിംഗ് മെഷീൻ റെഗുലർ ആയിട്ട് തന്നെ യൂസ് ചെയ്യണം. അത് കേടാവൂന്ന് വിചാരിച്ചിരിക്കരുത് കേട്ടോ. ആ ശരി ശരി. ശാന്ത ചേച്ചി, ഞങ്ങൾ ഇറങ്ങുവാ. ആ ശരി മോളെ, ഒരുപാട് സന്തോഷമുണ്ട്. ആ ശരി ശരി. ശരി അമ്മേ, വീട്ടിൽ കുറച്ച് ജോലിയുണ്ട് എനിക്ക്. ഞാൻ വരാം കേട്ടോ. നീ ഇവിടെ കളിച്ചോണ്ട് നിൽക്കുകയാണോ അതോ എന്റെ കൂടെ വരുന്നുണ്ടോ? വീട്ടിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞങ്ങളോ? ഞങ്ങള് ശരി, വാ. വരാട്ടോ അമ്മേ, വരാച്ചാ. അമ്മ, അച്ഛാ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ യുവർ ന്യൂ വാഷിംഗ് മെഷീൻ. താങ്ക് യു മോനെ, താങ്ക് യു. വിത്ത് പ്ലഷേഴ്സ്. അമ്മ, ഞാൻ പോയി വരാം. പോട്ടെ അച്ഛാ. ഹലോ, യാ, ഫുൾ ക്ലിയറൻസ് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ബാംഗ്ലൂരിന്റെ ഫുൾ വ്യൂ കിട്ടുന്ന പോലെ ഫ്ലൈ ചെയ്ത് ലാൻഡ് ചെയ്യും. എവിടെ നിന്നാണോ ഫ്ലൈ ചെയ്യുന്നത് അവിടെ തന്നെ ലാൻഡ് ചെയ്യണമെന്ന് മാത്രം. എല്ലാം റെഡി ആയിട്ട് തന്നെ കോൾ ചെയ്യും. ചേട്ടാ, മനസ്സൊക്കെ ഫുൾ എനർജറ്റിക് ആയിട്ടിരിക്കണം. അങ്ങനെ ഒരു നൈസ് സ്ട്രോങ് ചായ ഉണ്ടാക്കി തന്നെ. ബോസിന്റെ കാറാണല്ലോ. ഇതെന്താ ഇവിടെ കിടക്കുന്നത്? അയ്യോ, ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ? ഞങ്ങളുടെ ബോസ് ഇങ്ങോട്ടൊക്കെ വരുവോ? So down to earth, so simple. ഒരു സെക്കൻഡ് നിക്ക്, ദാ വരുന്നു. രാമിന്റെ കാര്യം വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ടും ബോസ് ആക്കി എന്നെ ഈ കോട്ടയ്ക്ക് ഇടിപ്പിച്ച് എന്നോട് ഈ ചൂട് കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ.
നിന്റെ ഇമാജിനേഷനിൽ ഇവനല്ലാതെ വേറെ ആര് വരാനാ? അതെല്ലേ? എന്നാലും ഇവൻ എന്നോട് പൂരപ്പറമ്പിൽ വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. എന്തായാലും നിങ്ങളൊരു വട്ടം ചോദിച്ചു നോക്ക്. സർ, പാട്ട് മാറ്റിപ്പിടിക്കണം മാഡം. വേണ്ട, ഈ മൂടിന് ഇത്രയും മതി. ശ്ശ്, പതുക്കെ പതുക്കെ. നിങ്ങൾ പറഞ്ഞോളൂ, അവർക്ക് കേൾക്കാൻ കഴിയും. എന്നാലും ഈ മുഖത്തൊരു സ്മൈല് പോലും ഇല്ലാത്തത് എന്താ? നിന്റെ സ്വന്തം ആളല്ലേ, നീ ഒന്ന് പറഞ്ഞു നോക്ക് അവനോട്. പറ. സ്മൈൽ പ്ലീസ്. അയ്യോ, ഇതെന്താടാ? അയാൾക്കൊന്നും interest ഇല്ല. ഇവളിപ്പോ ഇതെങ്ങനെ ഇവിടെ എത്തി? എന്താ ഇപ്പൊ ചെയ്യാ? സാറേ ചായ റെഡി. വരുന്നു. ദാ, നിക്ക്. എന്താ ഇവിടെ നടക്കുന്നേ? ടീ റോഡ് സൈഡ് ടീയോ? കുടിക്കാൻ പാടില്ല. ശതകോടീശ്വര രാജകുമാരനല്ലേ നീ? ഇങ്ങനെ ഫുട്പാത്തിലിരുന്ന് ചായ കുടിക്കാവോ? ഇവിടത്തെ ചായ നല്ലതാണ്. നിങ്ങളുടെ കണ്ണില് നോക്കിട്ടാ ഞാൻ ചോദിക്കുന്നേ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാൻ വന്നതാന്ന്? ചായ കുടിക്കാൻ വന്നല്ലേ? നിന്നെ കുറിച്ച് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഒരു സെക്കൻഡ്. അമ്മ നല്ല ദേഷ്യത്തിലാ? അല്ല, സീതമ്മയ്ക്ക് സർപ്രൈസ് കൊടുത്തതല്ലേ, അതുകൊണ്ട് ഷോക്കായി പോയതാ. എന്താ ഇപ്പൊ ചെയ്യാ? സിമ്പിൾ, മാറ്റർ പറഞ്ഞാ മതി. വാ. എന്താ അവിടെ ഒരു സീക്രട്ട്? എന്നെ അറിയിക്കാതെ നിന്റെ ഫ്രണ്ടിനെ വിളിക്കോ? അത് ഇനി മനസ്സിലായില്ല സീതമ്മ. എന്താ? അത് ആക്ച്വലി ഇന്ന് ഞാൻ ഡൽഹിയിലേക്ക് പോവാ. ഓ അതെയോ? ആ, ബോസ് എവിടെയാണ്? വരാൻ പറഞ്ഞു. ഹെലികോപ്റ്ററിലാണ് ഞാൻ പോകുന്നത്. ആ കാര്യം നീ ഇവളോട് പറഞ്ഞിരുന്നോ? അത് ഡൽഹിയിലേക്ക് പോകുന്നതിന് മുമ്പ് സിഹിമോളെ ഒരു വട്ടം ഹെലികോപ്റ്ററിൽ കറങ്ങാൻ കൊണ്ടുപോകണമെന്നുണ്ട്. റാം, നിനക്കിത് എന്താ പറ്റിയത്? ഇവള് പറയുന്നത് കേട്ടിട്ട് ഇതെന്താ കളിയാണോ? ഓഫീസ് ഹെലികോപ്റ്ററിൽ റൗണ്ടിന് പോകാൻ പോവാണെന്നോ? ഒരു കുഴപ്പമില്ല, ബോസ് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞോളാം. വേണ്ട റാം, ഇതൊന്നും ശരിയാവില്ല. ഒരുപക്ഷെ നീയായിരുന്നു ബോസെങ്കിൽ ഒരു എംപ്ലോയിയുടെ മോളെ ഹെലികോപ്റ്ററിൽ റൗണ്ടിന് കൊണ്ടുപോയെന്ന് കേട്ടാ നീ വെറുതെ ഇരിക്കുമായിരുന്നോ? അങ്ങനെ അദ്ദേഹം മിണ്ടാതിരിക്കുകയാണെങ്കിൽ അയാൾ നല്ലൊരു ബോസും അല്ല. അതിപ്പോ ഞാനായിരുന്നു ബോസെങ്കിൽ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താ എനിക്കെന്തെങ്കിലും തോന്നുന്നു എന്നുള്ള കാര്യം സെക്കൻഡറി. ചിലപ്പോ ഞാൻ തന്നെ അത് ചെയ്താലോ? അതിന് നീ ബോസ് അല്ലല്ലോ. നീ സംസാരിച്ചു കഴിഞ്ഞോ? ഫ്രണ്ട് പോയാലോ? ഓയ്, നിന്നെ കുറിച്ച് ഈ സംസാരിക്കുന്നത്. അവിടെ നിൽക്ക്. ഹെലികോപ്റ്ററിലൊന്നും പോകാൻ പറ്റില്ല. സീതമ്മ, എന്ത് സീതമ്മ? എന്റെ ഫ്രണ്ട് കറങ്ങാൻ കൊണ്ടുപോവല്ലേ, അവൻ പ്രോമിസ് തന്നതല്ലേ. അവര് കറങ്ങാൻ കൊണ്ടുപോയില്ലെങ്കിൽ അവർക്ക് സങ്കടാവില്ലേ അല്ലേ? അതുകൊണ്ടാ ചോദിക്കുന്നത്. ഓഹോ, നിന്റെ ഫ്രണ്ട് അത്ര വലിയ പ്രോമിസ് ഒക്കെ നിറവേറ്റി തരുന്നതിന് മുമ്പേ ഒരു ചെറിയ ചോറ്റുപാത്രം തിരിച്ചു തരാനുള്ള ഉത്തരവാദിത്തം കാണിച്ചിരുന്നെങ്കിൽ എനിക്കും വിശ്വാസം വന്നേനെ. സീതമ്മ, അപ്പൊ നീ എന്നോട് അതല്ലല്ലോ പറഞ്ഞത്? ഏത് പാത്രമായാലും അതിന്റെ ഉള്ളിലുള്ള ഭക്ഷണത്തിനല്ലേ മുഖ്യം. ഇപ്പൊ പാത്രത്തെ കുറിച്ച് സംസാരിക്കുന്നോ? ഓ, അങ്ങനെ പറഞ്ഞോ? ഓ, അങ്ങനെയാണെങ്കിൽ താൻ ഫസ്റ്റ് ഈ ബോക്സ് വാങ്ങിച്ചേ. തനിക്ക് വേണ്ടി തന്നെ വാങ്ങിയതാ.
ഈ ഒരു ബോക്സിന് വേണ്ടി താൻ എന്തൊക്കെ എന്നെ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടല്ലോ. തന്റെ ബോക്സ് പോലത്തെ അതേ ബോക്സ് വേണമെന്ന് കരുതി അവിടെ ഇവിടെയൊക്കെ തെരഞ്ഞു കിട്ടിയതാ. പ്ലീസ് ആക്സെപ്റ്റ് ദിസ്. ഐ എം സോറി. ഞാൻ നിന്നോട് കുറച്ച് മോശമായിട്ട് പെരുമാറി, ഒന്നും തോന്നരുത്. എനിക്ക് ആ ബോക്സ് വേണ്ട, എനിക്ക് എന്റെ ബോക്സ് തന്നെ മതി. അതെന്റെ അമ്മ തന്നതായിരുന്നു. ആ ബോക്സില് എന്റെ അമ്മയുടെ ഓർമ്മകളുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ചില വസ്തുക്കള് മാത്രമല്ല, എല്ലാ ദിവസവും നമ്മൾ പോലും അറിയാതെ നമുക്കതിനോട് വല്ലാത്തൊരു ബന്ധം തോന്നും. ഐ ഗെറ്റ് ഇറ്റ്. തന്റെ അമ്മ തന്ന ബോക്സ് ആണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഐ എം റിയലി സോറി ഫോർ ദാറ്റ്. ചില വസ്തുക്കള് മാത്രമല്ല, നമുക്കതിനോട് വല്ലാത്തൊരു ബന്ധം തോന്നും. അവളെ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. ഡോണ്ട് വറി, എല്ലാം ഞാൻ നോക്കിക്കോളാം. എന്റെ ലഞ്ച് ബോക്സ് പോലും തിരിച്ചു തന്നില്ല. അപ്പഴാ പിന്നെ എന്ത് ധൈര്യത്തിലാ ഞാൻ എന്റെ മോളെ നിന്റെ കൂടെ പുറത്തേക്ക് അയക്കുക? വേണ്ടേ വേണ്ട. സിഹി, നീ വാശി പിടിക്കുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. ഇനി നിങ്ങളും ഇതേപോലെ പ്രോമിസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, നിനക്ക് എന്താ മനസ്സിലായതെന്നൊന്ന് പറയൂ. എനിക്ക് മനസ്സിലായ കാര്യം നിനക്കും മനസ്സിലായിട്ടുണ്ട്. അതല്ലേ നീ ഇത്രയ്ക്ക് ടെൻഷൻ അടിച്ചിരിക്കുന്നേ? നിനക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ അതോ വേറെ ആർക്കെങ്കിലും? നിന്നെ കുറിച്ച് മനസ്സിലായ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ താഴിട്ട് പൂട്ടി വെച്ചിട്ടുണ്ട്. അതൊന്നും അങ്ങനെ എല്ലാവരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. നിനക്ക് എന്ത് മനസ്സിലായെന്ന് പറ. ഞാന് വളരെ വലിയ റിച്ച് അല്ലേ? എപ്പോഴും 5 സ്റ്റാർ ഹോട്ടലിലെ ചായ മാത്രമേ കുടിച്ച് ശീലമുള്ളൂ. ഇങ്ങനത്തെ നോർമൽ ടീ ഷോപ്പിൽ നിന്നൊന്നും ചായ കുടിക്കാൻ തോന്നാറില്ലല്ലോ നിനക്ക്? സർ, എന്നാലും ഇങ്ങനെ ഒരു നോർമൽ ടീ ഷോപ്പില് എല്ലാവരുടെയും കൂടെ ഇരുന്ന് ചായ കുടിക്കാൻ നിനക്കൊരു ആഗ്രഹം തോന്നി. ഡോണ്ട് വറി, ഞാൻ നിനക്ക് എല്ലാം പഠിപ്പിച്ചു തരാം. ചായ കുടിക്കുന്നതോ? അല്ല, നിങ്ങൾ ഈ സീരിയൽ സിനിമയൊന്നും കാണാറില്ലേ? ഏതോ സിനിമയിലോ സീരിയലിലോ ഞാൻ കണ്ടിട്ടുണ്ട്. ഹീറോ നല്ല സ്റ്റൈലിൽ ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുക. അപ്പൊ ഹീറോയിൻ അങ്ങനെ കുടിക്കരുത്, ഇങ്ങനെ കുടിക്കണമെന്ന് കുടിച്ചു കാണിച്ചു കൊടുക്കും. കണ്ണുകൊണ്ട് ചായ കണ്ടിട്ട്, നാവ് കൊണ്ട് രുചി അറിഞ്ഞിട്ട്, ദേഹം കൊണ്ട് ചൂടറിഞ്ഞിട്ട് മൂക്കിലേക്ക് മണം അടിച്ചു കയറും. പക്ഷേ പാവം ചെവി അല്ലേ സാർ? എന്നെഴുതി ചായ ഇങ്ങനെ എടുത്ത് കുലുക്കി നോക്കാൻ പറ്റുമോ? അല്ലല്ല, അതുകൊണ്ട് ചായ ഇങ്ങനെ കുടിക്കണം എന്ന് പറയുന്നേ. ഏയ്, ഇങ്ങനെ കുടിച്ചാൽ ഇവിടെ എവിടെയോ വലിയ ഫാക്ടറിയിൽ അലാറം അടിച്ചു എന്ന് കരുതി എല്ലാരും ഇറങ്ങി ഓടും. വലിയ തമാശക്കാരനാണല്ലോ നിങ്ങള്. അയ്യോ, ഈ ചായ ഞാൻ കുടിച്ചു പോയല്ലോ. ഇനി ഈ ചായ വേസ്റ്റ് ആകുമല്ലോ സർ. ചേട്ടാ, കാശ് ഇയാള് തന്നെ തരും. ഫുള്ള് നീ തന്നെ കുടിച്ചോ. വരട്ടെ ചേട്ടാ, ഞാനിപ്പോ വരാം സർ. സർ സർ, നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മുത്തച്ഛനെ പോലെയാ. മുത്തശ്ശനെ പോലെയോ? എന്ന് വെച്ചാ ഏത് ഓണറാ തന്റെ എംപ്ലോയീസിന്റെ കൂടെ ഇരുന്ന് സാധാരണക്കാരനായിട്ട് ഭക്ഷണം കഴിക്കുന്നേ? പക്ഷെ നീ നിന്റെ മുത്തശ്ശനും അന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. അന്ന് എനിക്ക് എല്ലാം മനസ്സിലാക്കാൻ പറ്റിയത്. നീ ശതകോടീശ്വര രാജകുമാരനാണെങ്കിലും ഒരുപാട് സിമ്പിൾ ആണെന്ന്. ജീനിയസ് ആണല്ലോ നീ. ഇത്രയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? ചുമ്മാ ഓരോന്നും പറയല്ലേ. സത്യമാണോ നുണയാണോന്നും മനസ്സിലാവുന്നില്ല. ഞാൻ പോയി ചായയുടെ പൈസ കൊടുത്തിട്ട് വരാം. എന്നോട് പൈസ കൊടുക്കാൻ നീയല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ കൊടുക്കും. ഡോണ്ട് വറി. ഹലോ. ഓക്കെ, ഷോ താങ്ക് യു. ഡേ പ്രശാന്ത, വണ്ടി എടുക്ക്.
എടുക്കണോ? സ്റ്റാർട്ട് ചെയ്. സർ എന്റെ ഹെലികോപ്റ്റർ റെഡി ആയിട്ടുണ്ട്, എനിക്ക് പോകണം. ഓട്ടോ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്ന പോലെയാണല്ലോ. ഹെലികോപ്റ്ററിനെ വെയിറ്റ് ചെയ്യാണെന്ന് സിമ്പിൾ ആയിട്ട് പറയുന്നേ. വരട്ടെ. പ്രശാന്ത, നീ വണ്ടി എടുക്ക്. പോട്ടെ. ബൈ. എടുക്ക്. ഇനി എന്നോട് അമ്മ ചോദിച്ച എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറയാനായിട്ട് ഒരാളെ കിട്ടി. പക്ഷേ അവനും എന്നോട് ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യം എങ്ങനെയാ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുക? ബോസ് കാത്തിരിക്കില്ലേ നിങ്ങളെ? നിങ്ങക്ക് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയി. നോനോ, മീറ്റിംഗ് ഒന്നും ലേറ്റ് ആവില്ല. തന്റെ പെർമിഷൻ കുറച്ച് ലേറ്റ് ആവുന്നു മാത്രം. ഇതിനെങ്ങാനും നീ നോ പറഞ്ഞ തീർന്നു. റാം, നിനക്കെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കൂടെ? കുട്ടികൾ അങ്ങനെ പല ആഗ്രഹങ്ങളും പറയും. എല്ലാം നടത്തി കൊടുക്കാൻ പറ്റുമോ? ഞാൻ ഒരുപാടൊന്നും ചോദിച്ചില്ല. ഈ ഒരു ഒറ്റ കാര്യമല്ലേ ചോദിച്ചുള്ളൂ. ഞാൻ വേറെ ഒന്നും ചോദിക്കില്ല. പ്ലീസ്. ഓഫീസ് പ്രോപ്പർട്ടി അങ്ങനെ സ്വന്തം ഇഷ്ടത്തിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതാരെങ്കിലും അറിഞ്ഞാൽ നിനക്കും എനിക്കും രണ്ടാൾക്കും പ്രശ്നമാണ്. ഇതൊന്നും ശരിയാവില്ല റാം. അവൾ അങ്ങനെയാ. ഇനി എത്ര സമാധാനിപ്പിച്ചാലും ശരിയാവത്തില്ല. പാവല്ലേ? ശരിയായിക്കോളും. മോളെ നോക്ക്, നിന്റെ ഫ്രണ്ടിനൊരു മീറ്റിങ്ങിന് വേണ്ടി ഇന്ന് ഡൽഹി വരെ പോണം. അത് എത്ര ദൂരത്താണെന്ന് അറിയോ? അവർ ഓൾറെഡി മുത്തശ്ശന്റെ വീട്ടിൽ അത്രയും സമയം സ്പെൻഡ് ചെയ്തില്ലേ? ഇപ്പൊ പോയില്ലെങ്കിൽ അവർക്ക് ഒരുപാട് ലേറ്റ് ആവും. പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. നിന്റെ ഫ്രണ്ട് പോകാൻ ലേറ്റ് ആയാ നിനക്ക് സങ്കടാവില്ലേ അത്? പ്ലീസ് മോളെ, നിന്റെ ഫ്രണ്ടിനോട് ബൈ പറയ. ബൈ ഫ്രണ്ട്. ഇറ്റ്സ് ഓക്കേ, ഐ ഹാവ് ലോട്ട് ഓഫ് ടൈം. നിനക്കുണ്ടാവും, പക്ഷെ നിന്റെ ബോസിനുണ്ടാവില്ല. നീയും സിഹയെ പോലെ കളിക്കല്ലേ. ഐ അണ്ടർസ്റ്റാൻഡ്. ബൈ ഫ്രണ്ട്. ബോസാണ് കോൾ ചെയ്യുന്നത്. നോക്ക്, ലേറ്റ് ആയിട്ടുണ്ടാവും. ഒരു സെക്കൻഡ്. യെസ് സർ. സാറു, എടാ റെഡി? അയ്യോ, ആണോ സർ? അയ്യോ മോനെ, ഹെലികോപ്റ്റർ റെഡി ആയിട്ടുണ്ട്. ക്യാൻസൽ ആയോ സർ? ഓ നോ 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 പ്രോബ്ലം സർ. ക്യാൻസൽ ചെയ്യണോന്നോ? അങ്ങനെ തന്നെ ചെയ്യാം സർ. ഷോ സർ. ബൈ സർ. ഹലോ ഹലോ, എടാ ഇവനിതെന്താ പറ്റിയേ? എല്ലാം റെഡിയാക്കാൻ പറഞ്ഞിട്ട് ദേ ഇപ്പൊ ഉൾട്ട പറയാണല്ലോ. പ്രശാന്ത, ഏതെങ്കിലും 5 സ്റ്റാർ ഹോട്ടലിൽ തന്നെ നിർത്ത്. ചായ കുടിച്ചേ പറ്റുള്ളൂ. മറ്റവളുടെ കണ്ണിപ്പെട്ട പ്രശ്ന ഫോളോ ചെയ്യുന്നുണ്ടോ എന്തോ? ഈ ഡൽഹി മീറ്റിംഗ് ഇങ്ങനെയാ, എപ്പോഴാ ക്യാൻസൽ ആവുന്നെന്ന് പറയാൻ പറ്റില്ല. മീറ്റിംഗ് ക്യാൻസൽ ആയോ? ഹാ, ഭാഗ്യം. ഇപ്പൊ ഹെലികോപ്റ്റർ ഫ്രീ ആയി. 1.5 മണിക്കൂർ സമാധാനത്തിൽ കറങ്ങാം. ഓക്കെ അല്ലേ ഫ്രണ്ട്? നോട്ട് ഓക്കെ. മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഇനി എന്തായാലും തെറ്റാ. അതുകൊണ്ട് ഇനി നോ ചാൻസ്. ഇറ്റ്സ് ഓക്കെ, ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. ഐ വിൽ ടോക്ക് ടു ബോസ്. ബോസ് ഇനി അഥവാ സമ്മതിച്ചാലും ഇത് തെറ്റാണ്. ഓഫീസ് പ്രോപ്പർട്ടി നമ്മൾ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പാടില്ല റാം. അതെനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല. സ്വന്തം കാര്യം എന്ന് പറയുമ്പോ നമ്മൾ വേണ്ടാത്ത ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിച്ചാൽ അത് തെറ്റ് തന്നെയാ. ഇത് ജസ്റ്റ് ഒരു റൗണ്ട് മാത്രമല്ലേ, അതിനിപ്പോ എന്താ തെറ്റെന്താ? വേണ്ട, ഇത് ആരെങ്കിലും അറിഞ്ഞാൽ അത് വേറെ രീതിയിലൊരു സംസാരമാവും.
ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയൂന്ന് പേടിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുമോ പറ? ഇപ്പൊ മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഡൽഹി വരെ പോയിട്ട് അവിടെ നിന്ന് ക്യാൻസൽ ആയതെങ്കിലോ? ഫ്യൂവല്, ടൈം എല്ലാം വേസ്റ്റ് ആവില്ലേ? അതിന് പകരം സിഹി ഒരു റൗണ്ട് കൊണ്ടുപോവാം. ഫെയർ എനഫ്, റൈറ്റ്? നീ പറയുന്ന ലോജിക്കേ കേൾക്കാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷെ റിയാലിറ്റിയിൽ ഇതൊന്നും ശരിയാവില്ല. താൻ ഇങ്ങനെ വാശി പിടിച്ച് എങ്ങനെ ശരിയാവും? റാം അവളുടെ ഇഞ്ചക്ഷൻ പോലും ഇതുവരെ എടുത്തിട്ടില്ല. ഇനി വീട് ക്ലീൻ ചെയ്യണം, അങ്ങനെ ഒരുപാട് ജോലിയുണ്ട് എനിക്ക്. അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഡോണ്ട് വറി, ഞാൻ കൂടെ ഉണ്ടല്ലോ. എന്റെ ലഞ്ച് ബോക്സ് ഇതുവരെ തിരിച്ചു തന്നിട്ടില്ല. പിന്നെ എന്ത് ധൈര്യത്തിലാ ഞാൻ എന്റെ മോളെ നിന്റെ കൂടെ പുറത്തേക്ക് വിടുന്നത്? വേണ്ടേ വേണ്ട. സിഹി, നീ വാശി പിടിക്കുന്നത് കൊണ്ടാ ഇങ്ങനൊക്കെ ഉണ്ടാവുന്നത്. നിന്നോടും കൂടെ ഈ പറയുന്നത്. ഇനി ഇങ്ങനെ പ്രോമിസ് ഒന്നും വേണ്ട.